വാർത്തയിലേക്കാണ്. മലപ്പുറം തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റായി താരിയൻ സുമയെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിക്ക് 11 വോട്ട് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി K ഷീബയ്ക്ക് 8 വോട്ടാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്വാറം തികയാത്തതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ലീഗ് മെമ്പർമാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ജില്ലാ UDF നേതൃത്വം ഇടപെട്ടാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയത്. യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകാനുണ്ട്. യൂനുസ്, ഈ ലീഗ് നേതൃത്വവുമായുള്ള തർക്കങ്ങൾക്കൊക്കെ ശേഷമാണ് ഒടുവിൽ സമവായത്തിലേക്ക് എത്തിയതും ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയതും. വർഷ, വലിയ തർക്കത്തിനൊടുവിൽ, വലിയ ഒരു അനിശ്ചിതത്തിനൊടുവിൽ ഇപ്പോൾ ഈ തിരുവാലി പഞ്ചായത്ത്, മലപ്പുറം തിരുവാലി പഞ്ചായത്ത് ഇപ്പോൾ UDF തന്നെ ഭരിക്കും. ആകെ 19 സീറ്റാണ് ഉള്ളത്. അവിടെ 11 സീറ്റിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി വോട്ട് നേടി. താരിയൻ സുമ, കോൺഗ്രസിലെ താരിയൻ സുമ ഇപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 8 വോട്ടാണ് LDF സ്ഥാനാർത്ഥിയായ K ലഭിച്ചത്. പ്രധാനമായും മുസ്ലിം ലീഗിന് 4 സീറ്റും അതോടൊപ്പം കോൺഗ്രസിന് 7 സീറ്റുമാണ് ഇവിടെയുള്ളത്. 11 സീറ്റാണ് UDFിനുള്ളത്. പ്രധാനമായി വലിയ തർക്കം ഇവിടെ രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസും ലീഗും തമ്മിൽ. കാരണം പ്രത്യേകിച്ച് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് ചൊല്ലി വലിയ തർക്കമുണ്ടായിരുന്നു. കാരണം ലീഗ് 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ആവശ്യം കോൺഗ്രസ് പൂർണ്ണമായി തള്ളി. കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രം നൽകാമെന്നായിരുന്നു കോൺഗ്രസ് പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ ലീഗ് നേതാക്കൾ വിട്ടുനിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും അതിന് പിന്നാലെ വിട്ടുനിന്നു. ഫോറം തികയാത്തതിനാൽ പ്രസിഡന്റ് വോട്ടെടുപ്പ് ഇന്നത്തേക്ക് മാറ്റി വെക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ മലപ്പുറം UDF നേതൃത്വം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരമുണ്ടാക്കി. അവസാനത്തെ 1 വർഷം പ്രസിഡന്റ്ഷിപ്പ് ലീഗിന് നൽകാമെന്നുള്ള, അതിൽ ചർച്ച നടത്താമെന്നുള്ള ഒരു വാഗ്ദാനം ഇപ്പോൾ കോൺഗ്രസ് നൽകി. അതോടൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതോടൊപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും നൽകുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി 11 സീറ്റ് നേടി ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എത്തിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ഏതായാലും UDFിന്റെ ഭരണം ഇവിടെ ഉറപ്പായി. വർഷ.